റേഡിയോ മലയാളം 98.6 ഖത്തർ മലയാളികളുടെ സ്വന്തം ചെങ്ങായി തുടരും എന്ന് പറയുന്ന മൂവിക്ക് ഏത് സമയത്ത് ടിക്കറ്റ് എടുക്കും എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ആ ചർച്ചയിലേക്ക് നമുക്ക് ഡയറക്ടർ ആയിട്ടുള്ള തരുൺ മൂർത്തിയെ കൂടി സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമ്മള് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ കാലത്തിന് ശേഷം നമ്മൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ഒരു പടം, അപ്പൊ എല്ലാവരും ഒരു എക്സ്പെക്ടേഷൻ ഉള്ള ഒരു പടമാണ് തുടരും എന്ന് പറയുന്നത്. നാളെ റിലീസ് ആവാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. തരുൺ മൂർത്തിയുടെ ഒരു സന്തോഷം എത്രത്തോളാണ്? എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് ഫിലിം ആണോ എന്നറിയില്ല. എല്ലാവരും ഞങ്ങളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള അഭിമാനമുള്ള ഫിലിമാണ് ഞങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അത് അത്രത്തോളമാണ് പ്രേക്ഷകന്റെ എക്സ്പെക്ടേഷനെ മീറ്റ് ചെയ്യുന്നതെന്ന് ഒന്നും വീരവാദങ്ങൾ അടിക്കാനൊന്നും ഞാനിപ്പോ ഇല്ല. പേഴ്സണലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കരിയറിന്റെ ഒരു സ്റ്റാർട്ടിംഗ് സ്റ്റേജിലാണ് ഞാനുള്ളത്. ആ സ്റ്റേജിൽ തന്നെ മലയാളത്തിന്റെ ഏറ്റവും വലിയ മഹാനടന്മാരിൽ ഒരാളായ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ നമ്മളുടെ കഥ പറച്ചിലൂടെ രീതികളിലൂടെ നമുക്ക് സ്ക്രീനിന് മുന്നിൽ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ കാണാൻ പറ്റുന്നു, അല്ലെങ്കിൽ നമ്മൾക്കൊപ്പം കുറച്ച് നാൾ അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നു, നമ്മളോടൊപ്പം കളിയും തമാശയും ഒക്കെ പറയുന്നു. അത് ഒരു വലിയ സന്തോഷം. അതേപോലെ തന്നെയാണ് ചെറുപ്പകാലം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു എവർഗ്രീൻ കോംബോ മോഹൻലാൽ ശോഭന എന്ന് പറയുന്ന അവരുടെ യൗവനവും അവരുടെ കൗമാരത്തിലെ പ്രണയവും ഒക്കെ നമ്മളുടെ നൊസ്റ്റാൾജിക് മൊമെന്റുകളാണ്. അപ്പൊ അങ്ങനെയുള്ള രണ്ട് പേരുകളെ, ആർട്ടിസ്റ്റുകളെ വീണ്ടും നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അവര് നമുക്ക് മുന്നിൽ മാജിക്കലായിട്ടുള്ള ഒരുപാട് മൊമെന്റുകൾ സമ്മാനിക്കുന്നു, അതെല്ലാം ക്യാപ്ചർ ചെയ്യുന്നു, അതെല്ലാം തുന്നിക്കൂട്ടി നിങ്ങളുടെ മുന്നിൽ നാളെ എത്തിക്കുന്നു. ഫോർ മീ ഇതൊരു സർറിയൽ വേ ഓഫ് ാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് മൊമെന്റ് തന്നെയായിരിക്കും. കാരണം ഇതിനു മുമ്പ് ചെയ്ത രണ്ട് സിനിമകളും വലിയ തന്നെ ശ്രദ്ധിക്കപ്പെട്ട സിനിമകളാണ്. അതിന് ഒരുപാട് പ്രശംസ കിട്ടിയിട്ടുള്ള സിനിമകളാണ്. അതിനുശേഷം ഇതുപോലൊരു വലിയ സിനിമയുടെ ഭാഗമാവുന്നു എല്ലാവരും. ഒരുപാട് ആളുകൾ ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് തന്നെ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഇന്ന് ഈ വർഷത്തെ 2ാമത്തെ പൊസിഷനിലേക്ക് ആ സിനിമ അഡ്വാൻസ് ബുക്കിംഗ് എത്തി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അല്ലേ? അതെ, പിന്നെ അത് മലയാളികൾ ആ മനുഷ്യനോട് കാണിക്കുന്ന ഒരു സ്നേഹമാണ്, അല്ലെങ്കിൽ ആ രണ്ട് താരങ്ങളോട് കാണിക്കുന്ന അവരെ കാണാനുള്ള കൊതിയാണ്. അപ്പം ആ ബുക്കിങ്ങിൽ ഇപ്പോഴും വലിയ ബുക്കിങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കിങ്ങനെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ്, നമ്മുടെ പ്രതീക്ഷയ്ക്കും പകരമേറുക. പക്ഷെ ഇതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സന്തോഷവും. നമ്മൾ ഈ ഒരു മോഹൻലാൽ സിനിമ ചെയ്യുമ്പോൾ അവസാന ദിവസങ്ങളിൽ ഉണ്ടാകുന്ന സുഖമുള്ള പ്രഷർ തന്നെയാണ് ഇപ്പം കടന്നു പോകുന്നത്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഒരിക്കലും. ഇതൊരു ഫസ്റ്റ് ഷോ കണ്ട് ഫാൻസിന് തകർക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ഹൈപ്പ് അല്ല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ പടത്തിന്റെ ഒരു മൂഡ് കൺവേ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കും. അത് ഒരു ബോധപൂർവ്വം ചെയ്തൊരു പരിപാടിയായിരുന്നു. അതിനെ പറ്റിയിട്ടൊന്ന് പറയോ? ഉറപ്പായിട്ടും നമ്മൾ ആ സിനിമയുടെ സംവിധായകൻ എന്ന നിലയിൽ സിനിമ തിരക്കഥയിൽ പാട്ടാവുന്നതൊപ്പം പോലെ തന്നെയാണ് അത് മേക്ക് ചെയ്ത് എഡിറ്റ് ചെയ്ത് മാർക്കറ്റ് ചെയ്ത് എത്തുമ്പോഴും ആ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവിനും ഒരേപോലത്തെ ജോലികളാണ് അതിൻ്റെ അകത്തുള്ളൂ. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് ലുക്ക് മുതൽ ഈ സിനിമ എന്തായിരിക്കണം എന്നുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. രജപുത്ര രഞ്ജിത്തേട്ടനായാലും അല്ലെങ്കിൽ ഞാനായാലും നമ്മൾ പോസ്റ്റർ പോകുമ്പോൾ വളരെ നമ്മളുടെ അത് ചെയ്യുന്ന ആളുകളോടൊക്കെ നമ്മൾ വളരെ കണ്ണിങ് ആയിട്ട് തന്നെ പറയാണ്ടത് ഇങ്ങനെ പാടുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മളുടെ സിനിമ എന്താണോ അത് നമ്മുടെ ഫസ്റ്റ് ലുക്ക് മുതൽ കാണുന്ന പ്രേക്ഷകന് കിട്ടണം. അപ്പൊ അങ്ങനെ തുടരിന്റെ ടൈറ്റിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ലുക്ക് ആയാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിടുന്ന ചില ഡോക്യുമെന്ററി വീഡിയോസ് ആയാലും നമ്മൾ ടീസർ ആയാലും ട്രെയിലർ ആയാലും ഒക്കെ ഈ സിനിമ എന്താണോ അത് തന്നെ കാണിക്കണം. പിന്നെ അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന പോലെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത് സോ കോൾഡ് ന്യൂ ജനറേഷൻ ടേമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഹൈപ്പ് എന്ന് പറയുന്നത് മോഹൻലാൽ ഒരു സിനിമ അഭിനയിക്കുന്നു എന്ന് പറയുന്നതേ ഹൈപ്പാണ്. അപ്പൊ ആ ഹൈപ്പിന് ഇത് ഏത് ജോണറിലുള്ള സിനിമയാണ്, ഈ സിനിമയിൽ എങ്ങനെയാണ് ഞങ്ങൾ കഥ പറയാൻ പോകുന്നത്, ഈ സിനിമയിൽ എന്തൊക്കെയാണ് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്, ഏകദേശം ഒരു ധാരണ ഞങ്ങളുടെ ഇതുവരെയുള്ള എല്ലാ പ്രൊമോഷൻ കണ്ടന്റുകളിൽ നിന്നും പിന്നെ ഞാൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ നിന്നും ഒക്കെ പ്രേക്ഷകർ വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാകാത്തവർക്കുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം, ഇതൊരു ഫാമിലി ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. പലരും ആദ്യ ഘട്ടങ്ങളിലൊക്കെ ഇതിനെ ഒരു ഫീൽ ഗുഡ് ആയിട്ട് കാണാൻ ശ്രമിച്ചിരുന്നു. ഞാൻ അൺഫോർച്ചുനേറ്റ്ലി ഇതൊരു ഫീൽ ഗുഡ് സിനിമയല്ല, ഇതൊരു ഫാമിലി ഡ്രാമ സിനിമയാണ്. അങ്ങനത്തെ ഒരു ജോണറിൽ വരുന്ന സിനിമയാണ്. ഞാനിത് ഷൺമുഖൻ എന്ന് പറയുന്ന ടാക്സി ഡ്രൈവറുടെയും അയാളുടെ ഭാര്യ ലളിത എന്ന് പറയുന്നത് തമിഴ് മലയാളം സ്ലാങ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു സ്ത്രീയുടെയും ലൈഫിൽ കൂടെ നടന്നു പോകുന്ന ഒരുപാട് കാര്യങ്ങളാണ്. സങ്കടങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, തമാശകളുണ്ട്, ചെറിയ ചെറിയ പേടികളുണ്ട്, ടെൻഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു ലൈഫ് ജേണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തുടങ്ങി. ഓണർ മനസ്സിലാക്കി നിങ്ങൾ ഈ പറയുന്ന പോലെ ഞങ്ങളുടെ പ്രൊമോഷൻ എല്ലാം വളരെ കൃത്യമായിട്ടാണ് ജനങ്ങളിൽ എത്തിയിരിക്കുന്നതെങ്കിൽ ആ സിനിമ ആസ്വദിക്കാൻ പറ്റും തന്നെയാണ് വിശ്വാസം. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ള ചെയ്തും 2 ലെജൻസിനെയാണ് കയ്യിലേക്ക് കിട്ടുന്നത്. 2 പേരോടും നമുക്ക് പോയിട്ട് ഇപ്പോ പക്ഷെ നമ്മൾ ഈ സിനിമ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് തരുൺ മൂർത്തിയാണ്. അപ്പൊ അവര് ചിലപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു വ്യത്യാസം വന്നാൽ പോലും ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതായത് നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്ന് തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ആ ഒരു പ്രോസസ് എങ്ങനെയായിരുന്നു? അല്ല, ആ സ്വാതന്ത്ര്യം അങ്ങനെ ചെയ്യണമെന്ന് തന്നെയാണ് ലാൽ സാറും ശോഭനമാകും നമ്മൾ പറയുന്നത്. ആ സെറ്റിലെ
കൺട്രോൾ സംവിധായകനാണ്. ആ സംവിധായകന്റെ തലയിലാണ് സിനിമ. ആ സംവിധായകന്റെ തലയിലുള്ള സിനിമയാണ് ആ സെറ്റിൽ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാളുടെ തലയിലുള്ള സിനിമയിൽ നിന്ന് മാറി ഒരു ചിന്ത സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് പറയണം. പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് ആ സെറ്റിൽ ഇപ്പൊ സംവിധായകം നിർവഹിക്കാനുള്ള യോഗ്യതയില്ല എന്നുള്ളൊരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ഓരോ സീനുകൾ തുടങ്ങുന്നതിന് മുന്നേയും പോയി ഇതിന്റെ മുമ്പത്തെ സീൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ടുള്ള സീൻ ഇങ്ങനെയാണ്, സാർ ഈ സീൻ ഇങ്ങനെയാണ്, നമ്മൾ ഇമോഷണലി അയാൾ ഇത്രയും ഇമോഷണലി ഹോൾഡ് ആണ്, അല്ലെങ്കിൽ ഇത്രയും ചിൽഡ് ആണ് എന്നുള്ള രീതിയിലേക്കുള്ള കമ്പറേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ഞാൻ അവരുടെ മുന്നിൽ പോയി സാർ ഇങ്ങനെ ചെയ്യണമെന്ന് അഭിനയിച്ച് കാണിക്കാറുണ്ട്. എന്റെ മറ്റു സിനിമകളിലൊക്കെ മറ്റു ആർട്ടിസ്റ്റുകൾക്ക് വരുമ്പോൾ നമ്മൾ അഭിനയിച്ച് കാണിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഒരിക്കലും ലാൽ സാറിന്റെ മുന്നിലോ ശോഭനമാവിന്റെ മുന്നിലോ ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാറില്ല. പിന്നെ ലാൽ സാറിന്റെ ഇടയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡിങ്സ് തന്നെ ഇനഫ്. ബാക്കി ലാൽ സാറ് നമുക്ക് തരും. അത് എവിടെയെങ്കിലും ലാൽ സാറിന്റെ ആ ഇമോഷണൽ മീറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണെങ്കിൽ സാർ ഇതല്ല നമുക്ക് കുറച്ചും കൂടി വേറൊരു മീറ്റർ പിടിക്കാമെന്ന് അപ്പം ഓക്കെ സാർ നമുക്ക് മാറ്റി പിടിക്കാമെന്ന് അപ്പം തന്നെ റിസൾട്ട് വരാറുണ്ട്. അപ്പം മാമിന്റെ കേസ് ആണെങ്കിൽ മാം കുറച്ച് നാളിന് ശേഷമാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. അപ്പം നമ്മളുടെ ഒരു വർക്കിംഗ് രീതിയൊക്കെ മാമിന് ഒരുപക്ഷെ സുപരിചിതമല്ലായിരുന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ മാം നമ്മുടെ ഒരു സ്റ്റൈലിലോട്ട് വർക്കായി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇംപ്രവൈസേഷൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയാ, അങ്ങനെ ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടല്ല എങ്ങനെ വേണമെങ്കിൽ അഭിനയിക്കാൻ നമ്മൾ ക്യാമറ ആർട്ടിസ്റ്റുകൾക്കൊപ്പം മൂവ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഒക്കെയാണ് നമ്മൾ ചെയ്യാറ്. അപ്പൊ അതിൽ മാം കുറച്ച് കൺഫ്യൂസ് ആയി. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഇപ്പം സിനിമയുടെ സ്വഭാവം മാറിയോ എന്ന് പറയുന്ന ഒരു പേടിയുണ്ടായിരുന്നു. അത് പിന്നെ മാമുമായിട്ട് സംസാരിച്ച് മാം എങ്ങനെ വേണം ഇംപ്രൂവൈസ് ചെയ്യാൻ മാം ടെൻഷനാവേണ്ട കാര്യമില്ല. വൺസ് ഞങ്ങള് ഫസ്റ്റ് ഡേയിൽ തന്നെ ഞങ്ങള് ജെല്ലായി കഴിഞ്ഞതോടുകൂടി മാമും ഈ പറയുന്ന 10-28 ദിവസത്തോളം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. മാമും ഞങ്ങളായിട്ട് എക്സ്പ്ലോർ ചെയ്തു, രസിച്ചു. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് അങ്ങോട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആണ് മാം. ഈ എന്താണ് ജനങ്ങൾ എന്നെ വീണ്ടും കാണാൻ വരുമ്പോ ജനങ്ങൾക്ക് എന്നെ ഇഷ്ടമാകൂ എന്നൊക്കെ പറയുന്ന ചില ടെൻഷൻസ് ഒക്കെ ഉണ്ട്. ശരി, ഓക്കെ. അപ്പൊ എത്ര ദിവസം മൊത്തം ഷൂട്ട് ഉണ്ടായിരുന്നു ഈ മൂവിക്ക്? ഞങ്ങൾ അറൌണ്ട് ഒരു 99 days ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇടയിൽ കുറച്ച് മഴ അങ്ങനെയുള്ള കാലാവസ്ഥയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുരാന്റെ ഷൂട്ട് നടക്കുന്നതിന്റെ ഷെഡ്യൂൾ ബ്രേക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന്റെ ആ രീതിയിൽ ഓൾമോസ്റ്റ് 100 to 99 days ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അടിപൊളി. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു ലാൽ മാജിക് എന്ന് പറയാറുണ്ട്, സിനിമയിൽ ഒരു ലാൽ മാജിക് നടക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ ഈ പേഴ്സണൽ ആയിട്ട് തരുൺ മൂർത്തിക്ക് മോഹൻലാലുമായിട്ടുള്ള ഒരു ഇത്രയും ദിവസത്തെ ഒരു റിലേഷൻഷിപ്പിൽ പേഴ്സണൽ ആയിട്ട് എന്താണ് നമ്മുടെ ഒരു സംതിങ് നമുക്ക് കിട്ടിയെന്ന് പറയില്ലേ? ഞാൻ പറയുന്നത് സിനിമയിൽ നിന്നല്ല കേട്ടോ, സിനിമയിലേക്ക് നിന്നല്ല, പേഴ്സണൽ എന്നുള്ള രീതിയിൽ കിട്ടിയത് എന്തായിരിക്കും? അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ലാൽ സാർ തനിക്ക് ചുറ്റും നടക്കുന്ന നെഗറ്റീവ് ഓറകളെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഹെയ്റ്റ് ക്യാമ്പയിനുകളെ ഒക്കെ ഡീൽ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര അങ്ങനെ നമുക്ക് എങ്ങനെ ആവും. ബീങ് എ മോഹൻലാൽ ഈസ് നോട്ട് ഈസി. അതാണ് ഈ പറയുന്ന പോസിറ്റീവ്സ് വന്നാൽ നെഗറ്റീവ്സ് വന്നാൽ ലാൽ സാറായിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളൊക്കൊന്നും പറ്റുന്ന കാര്യമില്ല. നമ്മളൊക്കെ നമ്മളുടെ മൈൻഡ് പെട്ടെന്ന് ഡീവിയേറ്റ് ആവും, നമുക്ക് ഭയങ്കര നെഗറ്റീവ് തോന്നും. പക്ഷെ സാർ അങ്ങനെയൊക്കെ വളരെ ലൈറ്റാണ് പോകാൻ പറ. അത് നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാനാണ്, അത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നതിന് ഇത്രയും ലൈറ്റ് ആക്കിയ ഒരു വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പം എനിക്ക് ലാൽ സാർ ലൈഫിനെ കാണുന്ന രീതി, അല്ലെ ലൈഫിനെ അല്ലെ ഓരോ ദിവസത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി, അല്ലെങ്കിൽ ലാൽ സാർ വർക്കിനോട് കാണിക്കുന്ന പ്രൊഫഷണലിസം, ഈ 3 കാര്യങ്ങളാണ് എന്തായാലും നാളത്തെ ദിവസം ഈ ഒരു സിനിമ റിലീസ് ആവാൻ പോവാണ്, തുടരും മൂവി റിലീസ് ആവാൻ പോവാണ്. അത് എല്ലാവിധ ആശംസകളും ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംവിധായകനാണ് തരുൺ മൂർത്തി എന്ന് പറയുന്നത്. അപ്പൊ അത് ഒരിക്കൽ കൂടി കുറച്ചുകൂടി ഒരു വലിയ ഉയരത്തിലേക്ക് എത്താൻ ഈ ഒരു തുടരും എന്ന് പറയുന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അതെ, വളരെ സന്തോഷം ബ്രോ. എല്ലാം നല്ല രീതിക്ക് തന്നെ സംഭവിക്കട്ടെ. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സിനിമയായത് മാറട്ടെ. വലിയ അവകാശവാദങ്ങളോ ഈ പറയുന്ന സോക്കോൾഡ് തള്ളിമറിക്കലുകളോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മള് ഭയങ്കര ഹൃദയം കൊണ്ടൊരു സിനിമ എല്ലാവരും വളരെ ടീം വർക്ക് ചെയ്തൊരു സിനിമയാണ്. ലാൽ സാറും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ചെയ്തൊരു സിനിമയാണ്. അപ്പോ ആ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഖത്തറിലുള്ള ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ, എന്റെയും ഒക്കെ കൂടെ പഠിച്ച ഒരുപാട് ആളുകൾ ഖത്തറിലൊക്കെ ഉണ്ട്. അപ്പം എല്ലാ സുഹൃത്തുക്കളോടും സ്വന്തം ബോട്ടം ഓഫ് ആയിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പറ്റിയാൽ ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മുടെ ശോഭനാവിന് വേണ്ടി, നമ്മുടെ മലയാള സിനിമയ്ക്ക് വേണ്ടി, നമ്മുടെ മലയാളത്തിന് വേണ്ടി വേർഡ് ഓഫ് മൗത്തിൽ ഈ സിനിമയെ നിങ്ങൾ അങ്ങോട്ട് ചേർത്ത് പിടിക്കുക. ഇഷ്ടപ്പെട്ടാൽ മാത്രം. ഓക്കെ, അടിപൊളി. അപ്പോ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ജിമിൻ. താങ്ക് യു.